ഹായ് ഹലോ ഷിറിൻ ഹെർബൽസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു 30 സോപ്പിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പപ്പായ, ക്യാരറ്റ്, ടർമറിക് സോപ്പിനാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കുറേ ആയി നമ്മൾ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ട് നല്ല തിരക്കായിരുന്നു. നമ്മളിപ്പോൾ 3 ഷോപ്പിലേക്കാണ് നമ്മൾ ഓൾറെഡി കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു പുതിയൊരു ഷോപ്പിലേക്കും നമുക്ക് എൻക്വയറി വന്നിട്ടുണ്ട്. അവർക്കും നമ്മൾ പ്രൊഡക്ട്സ് സാമ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും നമ്മൾ പ്രൊഡക്ട്സ് നല്ല ഇഷ്ടമായി. അവർക്കും നമുക്കിനി അവർക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമ്മളെ പ്രൊഡക്ട്സ് നമ്മൾ ഹോൾസെയിലായിട്ടും അതുപോലെ തന്നെ റീറ്റെയിലായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് 30 പപ്പായ സോപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ പപ്പായ കുക്കമ്പർ ബേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കതിലേക്ക് പപ്പായ ചേർക്കണം. പപ്പായ ക്യാരറ്റും അരച്ച് ചേർക്കുക. അതുപോലെ നമ്മൾ ഷിറിൻ ഹെർബൽസിൻ്റെ മിറാക്കിൾ സ്കിൻ പാക്കും കൂടെ നമ്മളിതിൽ കുറച്ച് ചേർക്കുന്നുണ്ട്. അതുപോലെ പച്ചമഞ്ഞൾ, അതുപോലെ കസ്തൂരി മഞ്ഞൾ യെല്ലോ കളർ കിട്ടുന്നതല്ല, ഒറിജിനൽ ക്രീം കളറിൽ കിട്ടും നമുക്ക്. അതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. അപ്പോൾ അതാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ പച്ചമഞ്ഞളുടെയും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളുടെയും പൗഡറാണ് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഷിറിൻ ഹെർബൽസിൻ്റെ തന്നെ ഫെയർനെസ് ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഫെയർനെസ് ഓയിലിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. അത് നമ്മൾ പപ്പായ, ക്യാരറ്റ്, ടർമറിക്, ബീട്രൂട്ട്, അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് ഓയിൽ അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഗോട്ട് മിൽക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് വൈറ്റമിൻ ഇ ഓയിൽ, അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ഒക്കെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഒലിവ് ഓയിൽ, ഫെയർനെസ് ഓയിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് കുറച്ചും കൂടി നമുക്കിതിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ ഈ പപ്പായ ടർമറിക് സോപ്പിൽ ഞങ്ങൾ സെയിൽ ചെയ്യുന്ന സോപ്പിൽ ഞങ്ങൾ എന്താണ് ആഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മളിതിൽ കാണിക്കുന്നത്. നമ്മുടെ സോപ്പിൻ്റെ ബേസ് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുവിധമൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നമ്മളിത് ബീറ്റ് ചെയ്യരുത്. നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് സ്മെല്ലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എസൻഷ്യൽ ഓയിലാണ് ഇത് യൂസ് ചെയ്യുക. ഫ്രീഗ്രൻസും യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ പ്രൊഡക്ട്സിലൊക്കെ എസൻഷ്യൽ ഓയിലാണ് യൂസ് ചെയ്യുക. ഫ്രീഗ്രൻസിനായിട്ട് നല്ലത് എസൻഷ്യൽ ഓയിലാണ്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ എസൻഷ്യൽ ഓയിൽ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അച്ചിലോട്ട് ഒഴിക്കാം. നമ്മൾ ഓവൽ ഷേപ്പിൻ്റെ 100 ഗ്രാമിൻ്റെ ഒരു അച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമുക്ക് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കസ്റ്റമൈസ്ഡായിട്ട് നമ്മൾ എല്ലാതും ചെയ്യാറ്. നമ്മളതിൽ ഫ്ലവറിൻ്റെ, അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് അച്ചൊക്കെ ഉണ്ട്, സ്ക്വയർ. അതുപോലെ തന്നെ 10 ഗ്രാമിൻ്റെ നമ്മളിപ്പോൾ റിസോർട്ടിലേക്ക് ഒരു എൻക്വയറി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് 10 ഗ്രാമിൻ്റെ സോപ്പാണ് അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ കസ്റ്റമൈസ്ഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സോപ്പ് ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ ഒരു 4 hours പിടിക്കും. ഞാനിവിടെ 6 hours ആയിട്ടാണ് ഇത് എടുത്തത്. അപ്പോൾ നമ്മളെ ഷിറിൻസിൻ്റെ നമ്മൾ സീലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.